പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്യുന്നത് ഹെൽ ഇൻ എ സെൽ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ഒബാഫെമിയും ബ്രോക്ക് ലെസ്നറും തമ്മിൽ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു രണ്ട് പേരുടെയും ഭാരം നോക്കുന്ന ഒരു സെഗ്മെൻറ്റ്. ഇതിൻ്റെ ഭാഗമായി ഹെൽ ഇൻ എ സെൽ സ്ട്രക്ചർ തന്നെ WWE കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒബാഫെമി റിങ്ങിലേക്ക് വരുന്നു, ആ ഒരു വെയിറ്റ് നോക്കുന്നു. പിന്നീട് ബ്രോക്ക് ലെസ്നറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ബ്രോക്ക് ലെസ്നർ ആ റിങ്ങിലേക്ക് കയറുന്നില്ല, അദ്ദേഹം സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അദ്ദേഹം ആ ഒരു സെല്ല് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു. പോൾ ഹെയ്മൻ പിന്നീട് ബ്രോക്കിന് നല്ലൊരു ഹൈപ്പ് മൈക്കിലൂടെ കൊടുക്കുന്നു. കൂടാതെ ബ്രോക്കിൻ്റെ വെയിറ്റും പോൾ ഹെയ്മന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യം ബ്രോക്കിനില്ല എന്നുള്ളതും പോൾ ഹെയ്മൻ തന്നെ പറയുന്നുണ്ട്. അവസാനം ഒബാഫെമി പറഞ്ഞത്, ഈ ഒരു സെല്ലിൽ നീ എൻ്റെ കൂടെ വരുമ്പോൾ അത് നിൻ്റെ അന്ത്യത്തിലേക്കായിരിക്കും, സമ്മർ സ്ലാമിൽ അതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിനുശേഷം ആ സെല്ലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ ഒബാഫെമി ആക്രമിക്കുന്ന ഒരു മൊമെൻ്റാണ് കാണാൻ സാധിച്ചത്. ഇതിനു മുൻപ് ബ്രോക്കും ഒബാഫെമിയും ഫേസ് ടു ഫേസ് വരുമ്പോൾ അന്ന് ആ സെക്യൂരിറ്റി ഗാർഡ്സിനെ ആക്രമിച്ചതിന് തുല്യമായിട്ടുള്ളൊരു ആക്രമണമാണ് ഒബാഫെമിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. കുറച്ചും കൂടി രൂക്ഷമായിട്ടുള്ളൊരു മുഖഭാവമായിരുന്നു ഇത്തവണ ഒബാഫെമിക്ക്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫൈറ്റോ മറ്റോ ബ്രോക്കും ഒബാഫെമിയും തമ്മിൽ നടക്കുന്നതായിട്ട് റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റോ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരമാണ് പിന്നീട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ടാഗ് ടീം മത്സരമായിരുന്നു. നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ദ വിഷൻ ടീമിലെ ബ്രോൺ ബ്രേക്കർ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവരുടെ ടീം, ആൽഫ അക്കാദമി ടീമിലെ ഓട്ടിസ്, അക്കിറ ടൊസാവ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. ഇതൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നില്ല, ഒരു സാധാ ടാഗ് ടീം മത്സരമായിരുന്നു. ഈ ഒരു മത്സരം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ആണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന്. അതിലുപരി മറ്റൊന്നും നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. ലോഗൻ പോളിൻ്റെ ഇടപെടൽ, മാക്സിനി ഡുപ്രിയുടെ ഇടപെടൽ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഒരു ഏവറേജിനേക്കാൾ താഴെയുള്ള ഒരു മത്സരമായിട്ട് മാത്രമേ ഈ ഒരു ടാഗ് ടീം മത്സരത്തെ ഞാൻ വിലയിരുത്തിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടിസ്, അക്കിറ ടൊസാവ തുടങ്ങിയവർ ഒരു പവർഫുൾ ടീം അല്ല എന്നുള്ളത് നമുക്ക് അറിയാം. ഇത് വിഷൻ എന്ന് പറയുന്ന ടീമിനെതിരെ, പ്രത്യേകിച്ച് ബ്രോൺ ബ്രേക്കറിനെതിരെയൊക്കെ മത്സരിക്കാൻ പോകുന്നതും ഈ ഒരു ടീമിന് ഒരിക്കലും വിജയസാധ്യത ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാലും മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു പെർഫോമൻസ് ലെവൽ അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതുപോലെ നമുക്ക് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. മത്സരത്തിൽ ലോഗൻ പോൾ, മാക്സിനി ഡുപ്രി തുടങ്ങിയവരുടെയൊക്കെ ഒരു ഇടപെടൽ ഈ ദ വിഷൻ ടീമിൻ്റെ വിജയത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിലും ബ്രോൺ ബ്രേക്കറിൻ്റെ ടീം തന്നെ വിജയിക്കാനാണ് സാധ്യത കൂടുതലുണ്ടായിരുന്നത്. മത്സരശേഷം ഓസ്റ്റിൻ തിയറി ആ സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് ഓട്ടിസിൻ്റെ തലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം കാഴ്ചവെച്ചു. പിന്നീട് റോ എപ്പിസോഡിന് ഇടയിൽ ഓട്ടിസ് എന്ന് പറയുന്ന ആ റെസ്ലറിന് ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടിസ് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കും എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു. മാക്സിനി ഡുപ്രിയെ ആൽഫ അക്കാദമിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഓട്ടിസിനുണ്ടായിരുന്നത്. അത് ചെയ്യാൻ വേണ്ടി വന്ന ഓട്ടിസ് ആണെങ്കിൽ ഇപ്പോൾ സ്റ്റോറി ലൈൻ പ്രകാരം ഒരു പരിക്ക് പറ്റി റോ എപ്പിസോഡിൽ നിന്ന് മാറി നിൽക്കേണ്ട സ്ഥിതിയിലേക്കും എത്തിയിരിക്കുന്നു. റോ എപ്പിസോഡിലെ ആദ്യത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് LA നൈറ്റ് എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. LA നൈറ്റ് അദ്ദേഹത്തിൻ്റെ സമ്മർ സ്ലാമിലെ 6 മാൻ ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ തഴയപ്പെടുന്നതിനെ സംബന്ധിച്ചും അതിനെയൊക്കെ അദ്ദേഹം മറികടക്കുന്നതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നു. ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ഇവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. സമ്മർ സ്ലാമിൽ വലിയ വിജയം അദ്ദേഹത്തിൻ്റെ ടീമിന്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ ഒരു 3 അംഗ ടീമിന് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ടിപ്പിക്കൽ LA നൈറ്റ് പ്രൊമോയാണ് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിലെ രണ്ടാമത്തെ മത്സരം റൂസേവ് വേഴ്സസ് ജിവോൺ എവൻസ് തമ്മിലുള്ള മത്സരമായിരുന്നു. ജിവോൺ എവൻസ് റൂസേവ് എന്ന് പറയുന്ന പവർ ഹൗസ് റെസ്ലറിനെതിരെ പെർഫോം ചെയ്യുമ്പോൾ ജിവോൺ എവൻസിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്പീഡ് അദ്ദേഹത്തിന് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം റൂസേവ് ജിവോൺ എവൻസിൻ്റെ സ്പീഡിനനുസരിച്ച് അങ്ങനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റെസ്ലറല്ല, പവർ ഹൗസ് റെസ്ലറാണ്. പവർഫുൾ ആയിട്ടുള്ള മൂവ്സാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുക. എന്നാലും ജിവോൺ എവൻസിൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പ്രകടനം കാണാൻ സാധിച്ചു. പതിവിന് വിപരീതമായിട്ട് കുറച്ചും കൂടി സ്പീഡ് കുറഞ്ഞ രീതിയിലാണ് ജിവോൺ എവൻസ് ഈ മത്സരം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് റൂസേവിനെതിരെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. റൂസേവ് എന്ന് പറയുന്ന റെസ്ലറിനെ കൂടി ജിവോൺ എവൻസ് പരാജയപ്പെടുത്തുന്നതോടുകൂടി ജിവോൺ എവൻസ് ഇൻ്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിന് കയറി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി സമ്മർ സ്ലാമിന് ശേഷമുള്ള ആദ്യത്തെ റോ എപ്പിസോഡിൽ ജിവോൺ എവൻസ് ആ IC ടൈറ്റിലിനുള്ള ഒരു ചലഞ്ച് ഇടാനും സാധ്യതയുണ്ട്. റൂസേവ് ഇപ്പോൾ പുട്ട് ഓവർ സ്റ്റൈൽ മത്സരങ്ങളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ തിരികെ കൊണ്ടുവന്നതും അങ്ങനെ യുവതാരങ്ങളെ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു.
റോ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് മറ്റൊരു ഇൻ റിംഗ് സെഗ്മെൻ്റ് ആയിരുന്നു. ജോ ഹെൻറി, ഡാൻ ഹൗസൻ തുടങ്ങിയവരുടെ ഒരു കൺസേർട്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ പാട്ട് പാടുന്നു. മിനി ഹൗസൻസ് അങ്ങോട്ടേക്ക് വരുന്നു. പിന്നീട് അവിടെ ഡാൻസ് കളിക്കാൻ വേണ്ടി കുറച്ച് യുവതികൾ വരുന്നു. അവർ ഡാൻസ് കളിക്കുന്നു. ഇതിനിടയിൽ റയാൻ ഗാർസിയ എന്ന് പറയുന്ന ലോക പ്രശസ്ത ബോക്സറും അതിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇവർക്കൊപ്പം നൃത്തം ചുവടുകൾ വയ്ക്കുന്നു. അതിനുശേഷം റയാൻ ഗാർസിയ റിങ്ങിലേക്ക് കയറുന്നു. അതിലെ ഒരു ഗിറ്റാർ എടുക്കുന്നു. ജോ ഹെൻറി പിറകിൽ നിന്ന് ആക്രമിക്കുന്നു. ഇതേ സമയത്ത് ജെഡി മെക്ഡോണയും ഡൊമിനിക് മിസ്റ്റീരിയോയും റിങ്ങിലേക്ക് കയറി മിനി ഹൗസൻസിനെയും ഡാൻ ഹൗസിനെയും ആക്രമിക്കുന്നു. റയാൻ ഗാർസിയ ഇവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. ഈ ഒരു സെഗ്മെൻറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. റയാൻ ഗാർസിയയുടെ ഇനി വരാൻ പോകുന്ന ബോക്സിംഗ് മാച്ചിന് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം കുത്തിക്കയറ്റിയ ഒരു സെഗ്മെൻറ്റ് മാത്രമാണിത്. റോ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് റേ മിസ്റ്റീരിയോ എന്ന ഹോൾ ഓഫ് ഫെയിമറും ഈതൻ പേജും തമ്മിലുള്ള ഒരു സിംഗിൾസ് ആക്ഷൻ ആയിരുന്നു. ഒരു മാസം മുൻപ് റേ മിസ്റ്റീരിയോയും ഈതൻ പേജും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് റേ മിസ്റ്റീരിയോയ്ക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് റേ മിസ്റ്റീരിയോയെ അന്ന് അലട്ടിയിട്ടുണ്ടായിരുന്നു മത്സരശേഷം. അപ്പോൾ ഒരു റീമാച്ച് ആയിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നല്ല മത്സരം കാണാൻ സാധിച്ചു. ഈതൻ പേജിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല കിടിലൻ മൂവ്സ് ഉണ്ടായിരുന്നു. ഇതിനെ കൗണ്ടർ ചെയ്യുന്ന റേ മിസ്റ്റീരിയോയുടെ മൂവ്സ് നമുക്ക് കാണാൻ സാധിച്ചു. റേ മിസ്റ്റീരിയോയുടെ ഈ ഒരു പ്രായത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു മികവ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം ഓരോ മത്സരം കഴിയുന്നതോറും അദ്ദേഹം നമ്മൾ ഒട്ടും മടുപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ മത്സരങ്ങളും നമുക്ക് ആ ഒരു പഴയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഈതൻ പേജ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ഒരു ദ മിസിൻ്റെ ഒരു ക്യാരക്ടറിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വിജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും എടുക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം. ഇന്നത്തെ റേ മിസ്റ്റീരിയോക്കെതിരെയുള്ള വിജയം തന്നെ നോക്കുക. 619 ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ഒരു റിങ്ങിൻ്റെ തുണി അതെടുത്ത് പൊക്കി റേ മിസ്റ്റീരിയോയുടെ 619 തടസ്സമിടുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിനിഷർ അടിക്കുന്നു. പിൻഫോളിലൂടെ വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് ഈതൻ പേജിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ഈതൻ പേജിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് റേ മിസ്റ്റീരിയോയ്ക്കെതിരെ ഇന്നത്തെ റോ എപ്പിസോഡിൽ നല്ലൊരു പ്രകടനത്തോടു കൂടി സ്വന്തമാക്കാൻ സാധിച്ചത്. പിന്നീട് റോ എപ്പിസോഡ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കാണ് കടക്കുന്നത്. ഡാൻ ഹൗസിനും മിനി ഹൗസൻസും അടികിട്ടക്കി കിടക്കുന്ന അവരുടെ പരീക്ഷണ മുറിയിലേക്ക് ജനറൽ മാനേജറായ ഏദം പിയേഴ്സ് കടക്കുന്നു. ഏദം പിയേഴ്സ് ഡാൻ ഹൗസിൻ്റെ കയ്യിലുള്ള പൈസ ജഡ്ജിമെൻറ്റിലേക്ക് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. പറ്റില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ സമ്മർ സ്ലാമിലെ ഒരു മാച്ചായിട്ട് ആ ഹ്യൂമൻ മണീസ് വെച്ചോളൂ, ആ ഒരു മാച്ച് ഒരു പോൾ മാച്ചായിട്ട് നടത്തിയാൽ മതി എന്നുള്ളതും ഡാൻ ഹൗസിന് പറയുന്നു. പോൾ മാച്ചോ എന്ന് ചോദിച്ച് അതെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം എങ്ങനെയും തീർക്കുക എന്ന് പറഞ്ഞ് ഏദം പിയേഴ്സ് ഡാൻ ഹൗസിൻ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള മത്സരം ഹ്യൂമൻ മണീസിന് വേണ്ടിയിട്ടുള്ള ഒരു പോൾ മാച്ച് എന്നുള്ളൊരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിച്ചു. പോൾ മാച്ച് എന്താണെന്നുള്ളത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. റോ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് ഊസോസ്, ജേക്കബ് ഫാറ്റു, LA നൈറ്റ്, റോയ്സ് കീസ്, സോളോ സിക്കോവ തുടങ്ങിയവരുടെ ഒരു ബ്രൗളായിരുന്നു. നമ്മളിപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡിലും അതിന് മുൻപത്തെ റോ എപ്പിസോഡിലുമൊക്കെ കണ്ട അതേ ഒരു ബ്രൗളിൻ്റെ ഒരു പിന്തുടർച്ച മാത്രമാണ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. ഇതിൻ്റെ ഭാഗമായി ആദ്യം ഊസോസ് റിങ്ങിലേക്ക് വരുന്നു. ടിപ്പിക്കലായിട്ടുള്ള അവരുടെ എൻട്രൻസ്, അവരുടെ പ്രൊമോ, അവരാണ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. സോളോ സിക്കോവ കാണികളുടെ ഇടയിലൂടെ വരുന്നു. സോളോ സിക്കോവ നല്ലതുപോലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. കാണികൾ തന്നെ അദ്ദേഹം ഒരു വില്ലൻ കഥാപാത്രം ആണെങ്കിൽ പോലും, ആണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്, ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റർടൈനിങ് ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് വലിയൊരു കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എക്സ്പ്രഷൻസും. ഇതേ സോളോ സിക്കോവ ഊസോസിനെ കളിയാക്കുന്നു. LA നൈറ്റും വരുന്നു. LA നൈറ്റും പബ്ലിക്കായി ഊക്കി വിടുക എന്ന് പറയുന്നത് അതുപോലെയായിരുന്നു ഊസോസിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമുക്കവിടെ കാണാൻ സാധിച്ചത് റോയ്സ് കീസ്, ജേക്കബ് ഫാറ്റു തുടങ്ങിയവരുടെയൊക്കെ വരവും അവിടെ ഒരു ബിഗ് ഫൈറ്റ് നടക്കുന്നതുമാണ്. ഈ ജേക്കബ് ഫാറ്റുവിനെ സമോവൻ സ്പൈക്കും റോയ്സ് കീസിൻ്റെ സ്പൈൻ ബസ്റ്ററും പിന്നീട് BFT എന്ന LA നൈറ്റിൻ്റെ ഫിനിഷറുമൊക്കെ അടിച്ച് ജേക്കബ് ഫാറ്റുവിനെ അവർ ഒന്നുമല്ലാതാക്കുന്നതാണ് കാണാൻ സാധിച്ചത്. സോളോ സിക്കോവ നേതൃത്വം കൊടുക്കുന്ന ടീം സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളതാണ് ബ്ലഡ്ലൈനെതിരെ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിൽ നടന്ന നാലാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഒരു മത്സരം ഏക ചാമ്പ്യൻഷിപ്പ് മത്സരമായ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ സോൾ റൂക്ക എന്ന യുവതാരം റഗിൽ റോഡ്രിഗസ് എന്ന് പറയുന്ന ജഡ്ജിയുടെ ടീം അംഗത്തിനെതിരെയായിരുന്നു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സരവും ഈ ഒരു വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നല്ല പ്രകടനം രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും, കൂടാതെ നല്ലൊരു സ്റ്റോറിയും പറഞ്ഞു പോയിട്ടുണ്ട്. റഗിൽ റോഡ്രിഗസിൻ്റെ ആ മൂക്കുപൊട്ടി ചോര വരുന്നതും ആ താരം ആ ചോര ഒലിപ്പിച്ചുകൊണ്ട് പിന്നീടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നതും പോരാട്ട വീര്യം
തളർത്താത്ത അല്ലെങ്കിൽ പോരാട്ട വീര്യം അത് ഒരു തരത്തിലും ചോർന്നു പോകാത്ത ഒരു പോരാളിയെയാണ് അവിടെ കാണിച്ചു തരുന്നത്. എന്തായാലും റഗൽ റോഡ്രിഗസ് ഡിസേർവ് ചെയ്യുന്ന ഒരു വിജയം റഗൽ റോഡ്രിഗസിനെ തേടിയെത്തിയിരിക്കുന്നു. സോൾഡർക്കൊക്കെ ഒരു റീമാച്ചിന് ഇനിയും സ്കോപ്പ് ഉണ്ട്. കാരണം റോക്സിനി പെരസ്, ലിവ് മോർഗൻ തുടങ്ങിയവരുടെയൊക്കെ ഒരു ഇടപെടലാണ് റഗൽ റോഡ്രിഗസിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. ഒരു സമയത്ത് ലിവ് മോർഗനെ തടഞ്ഞിടാൻ ഇയോ സ്കൈ എന്ന് പറയുന്ന ലിവ് മോർഗൻ്റെ സമ്മർ സ്ലാമിലെ എതിരാളിക്ക് സാധിച്ചു. പക്ഷേ റോക്സിനി പെരസ് എന്ന എക്സ് ഫാക്ടർ അവിടെ റഗൽ റോഡ്രിഗസിന് വലിയൊരു സഹായകമായി മാറുന്നു. അങ്ങനെ ആ പർബോംബ് ചെയ്തുകൊണ്ട് റഗൽ റോഡ്രിഗസ് സോൾഡർക്കയെ പിൻ ചെയ്തിട്ട് പുതിയ ഇന്റർ കോണ്ടിനെന്റൽ വുമൻസ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ല മത്സരമായിരുന്നു. മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോ എപ്പിസോഡിലെ മെയിൻ ഇവന്റിൽ നടന്നിട്ടുണ്ടായിരുന്ന സെഗ്മെന്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസും സ്ത്രോൺസും ഫേസ് ടു ഫേസ് വന്ന സെഗ്മെന്റ് ആയിരുന്നു. പതിവ് പോലെ റോമൻ റെയിൻസ് ആ സിറ്റിയോട് അക്നോളജ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു മൊമെന്റിൽ സ്ത്രോൺസ് അദ്ദേഹത്തെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സെഗ്മെന്റിലേക്ക് കയറി വരുന്നു. പിന്നീട് സ്ത്രോൺസ് വാക്കുകൾ കൊണ്ട് റോമൻ റെയിൻസിന് നേരെ ഒരു മേൽക്കൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോമൻ റെയിൻസിന് ഒരിക്കലും സെത്തിനെ പരാജയപ്പെടുത്താൻ പറ്റാത്തതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. റോമൻ റെയിൻസിന് വാക്കുകൾ കൊണ്ട് സെത്തിനെതിരെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ സെത്ത് പറയുന്നുണ്ട്, നീ മികച്ചൊരു എൻ്റർടൈനറാണ്, നീ കമ്പനിക്ക് വലിയ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു, നീയാണ് മണി മേക്കർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നീ നല്ലൊരു പ്രൊഫഷണൽ റെസ്ലർ അല്ല എന്ന് പറയുന്നു. അതിന് ഉദാഹരണവും സെത്ത് തന്നെ മുന്നേറ്റേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ മൈക്കിൽ യാതൊരുവിധ മേൽക്കൈ നേടാൻ സാധിക്കാതിരുന്ന റോമൻ റെയിൻസിനെ വീണ്ടും പ്രകോപിപ്പിക്കാൻ വേണ്ടി റോമൻ റെയിൻസിൻ്റെ കുടുംബത്തെയും സ്ത്രോൺസ് അങ്ങോട്ടേക്ക് വലിച്ചിടുന്നു, കുട്ടികളെയും വലിച്ചിടുന്നു. ഇത് റോമൻ റെയിൻസിന് ഇഷ്ടപ്പെടുന്നില്ല. റോമൻ റെയിൻസ് സൂപ്പർമാൻ പഞ്ചും സ്പിയറും ഒക്കെ കൊടുത്ത് സെത്തിനെ ആക്രമിക്കുന്നു. അവസാനം ആ സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സെത്ത് എത്രയോ തവണ റോമൻ റെയിൻസിന് പിറകിൽ നിന്ന് ആക്രമിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു തിരിച്ചടി എന്നോണം ഇത്തവണ സെത്തിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ച റോമൻ റെയിൻസിനെ പിടയ്ക്കുന്നു. ആ ഒരു സ്റ്റീൽ ചെയറിലേക്ക് റോമൻ റെയിൻസിനെ കെർബ് സ്റ്റോംപ് ചെയ്തുകൊണ്ട് സെത്ത് ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റും കാണിച്ചിട്ടാണ് റോ എപ്പിസോഡ് ഇന്ന് ക്ലോസ് ഔട്ട് ചെയ്തത്. സെത്തിന് ആധിപത്യം കൊടുക്കുന്നു. അപ്പോൾ സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസ് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമോ? ചെയ്യില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ത് എന്നുള്ളത് നമ്മൾ പ്രിഡിക്ഷൻ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കാണുക. അപ്പോൾ ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്നത്. ഇനി ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് ബാക്കിയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന ദിവസങ്ങളിലൂടെ പങ്കുവെക്കാം. ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.